ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആക്ടിവിറ്റി ഒക്കെ എല്ലാവരും ചെയ്തു നോക്കിയില്ലേ? ചെയ്തു. ഞാൻ പറയണത് കേൾക്കാലോ? ക്ലിയർ അല്ലേ? മിസ്സിന്റെ പേര് പറയൂ. അപർണ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആബ്സെന്റ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കണ്ടോ? ഇല്ല, ഫോണില് മറ്റേ ഇത് വർക്കാനുള്ള ക്ലാസ് റൂം. അപ്പൊ ഇക്കാക്കയുടെ ഫോണിൽ അത് കിടക്കണ. ഇക്കാക്ക വന്നിട്ട് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും തോന്നുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ യൂണിറ്റ് 5 ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ സ്കൂളില് എപ്പോ വേണമെങ്കിലും എന്താണ് ഒരു ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ അസംബ്ലിയിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കും. ആ സമയത്ത് വേണമെങ്കിൽ അവർക്ക് എന്താ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആവണമെന്നില്ല പിള്ളേര് വരാനായിട്ട്. ചിലപ്പോ ഓടി പിടിച്ച് വരുമ്പോ ഫുഡ് ചിലപ്പോൾ മിസ്സൊക്കെ ആവും. അപ്പൊ ചിലപ്പോ ഈ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോ എന്താണ് നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് അസംബ്ലിയിൽ നിന്ന് ആൾക്കാർ ആരെങ്കിലും ഒരാൾ ഒരു അസംബ്ലി നടത്തുമ്പോ എന്താണ് തലറങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ സ്കൂളുകളിൽ അതേപോലെ തന്നെ അവര് ഗെയിമിലൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ സമയത്തൊക്കെ എന്ത് സംഭവിക്കാനുള്ള ചാൻസ്, ആക്സിഡൻസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഹാവ് ആക്സിഡന്റ് ഇൻ ദി സ്കൂൾ. അപ്പൊ സ്കൂളുകളിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുക എന്നുള്ളത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് ബിഫോർ ആക്ച്വൽ മെഡിസിൻസ് മെഡിക്കൽ എയ്ഡ് ക്യാൻ ബി പെർസ്യൂംഡ് സംടൈംസ് ഹാസ് ടു ബി ഡൺ ടു ബി ഇൻജേർഡ്. അപ്പൊ നമുക്ക് ശരിക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേക്കാളും മുമ്പായിട്ട് ആ ഇൻജേർഡ് ആയിട്ടുള്ള പേഴ്സണ് എന്തെങ്കിലും കാര്യങ്ങൾ ആ ഇൻജുറി കുറയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇങ്ങനത്തെ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യൊന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കയ്യിൽ വാഷ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, അതൊന്ന് നൈസായിട്ട് എന്താണ് അവിടെ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് അത്യാവശ്യം ബാക്ടീരിയനൊക്കെ പറ്റി ഒരു പഞ്ഞി വെച്ച് കെട്ടുകയാണെങ്കിൽ ചില ഹോസ്പിറ്റലിലോട് പോകണ്ട, ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് തന്നെ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ, വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കെട്ടി വെച്ചിട്ട് വേഗം തന്നെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വരും. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്താണ്, നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്താണ് മെഡിക്കൽ എയ്ഡ് കിട്ടും ഡോക്ടറുടെ മുമ്പിൽ എത്തുന്നേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് അല്ല, ആ ഒരു മെഡിക്കൽ എയ്ഡ് കിട്ടുന്നേക്കാളും മുമ്പ്, റീച്ച് ആവുന്നേക്കാളും മുമ്പ് നമ്മൾ കൊടുക്കണ ഒരു ചെറിയൊരു എന്താ പറയാ ചെറിയ ട്രീറ്റ്മെന്റ്, അതിനാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, this kind of treatment is called first aid. First aid is not a proper treatment. അത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല. It is relief given to the patient before proper treatment by the doctor is available. പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നേക്കാളും മുമ്പ് കൊടുക്കണ ആ ഒരു ട്രീറ്റ്മെന്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇപ്പൊ തലാറങ്ങിയൊക്കെ വീണായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം പ്രഷർ കുറഞ്ഞാന്നൊക്കെ വിചാരിച്ചിരിക്കും, ഒരു ഗ്ലാസ്സിൽ ഇത്രയും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുക്കും. പ്രഷർ കുറവാണെങ്കിൽ നോർമൽ ആയിക്കോട്ടെ എന്നിട്ടായിരിക്കും നമ്മൾ പേഷ്യന്റിനെയും കൊണ്ട് എങ്ങോട്ട് പോകുന്നത്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഫസ്റ്റ് എയ്ഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് ഈസ് ഗിവൺ ഓൺ ദ സ്പോട്ട്. ആ സമയത്ത് ആ സ്ഥലത്ത് ഇപ്പൊ എവിടെയാണോ ആക്സിഡന്റ് സംഭവിച്ചത് ആ സ്ഥലത്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ബിഫോർ ദ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ഇസ് റീച്ച്ഡ്. ആക്ച്വൽ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിനേക്കാളും മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് സ്പോട്ടിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെയൊക്കെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞിട്ട് എവിടെ പോകും, ഓഫീസ് റൂമിൽ ചെല്ലുമ്പോ അപ്പൊ അവിടെ സ്റ്റാഫ് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വരും. അതിൽ നമുക്ക് ഈ പഞ്ഞിയൊക്കെ വെച്ചത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അവർ കെട്ടിയൊക്കെ ഒന്ന് തരും, കൈ ഒന്ന് കെട്ടിത്തരും. കുഴപ്പം ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ല വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ടീച്ചറും കൂടെ വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ ഓർക്കാം. ഇനി ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകൾ ഉണ്ടാവും. ഇപ്പോഴത്തെ സ്കൂളുകൾ എല്ലായിടത്തും, നമ്മുടെ കാലത്തല്ല ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകൾ ഉണ്ട്. അപ്പൊ ഓരോ സ്കൂളുകൾക്ക് എന്തുണ്ട്, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനുണ്ടാവും ഒരു ബോക്സ് ഉണ്ടാവും, വൈറ്റ് കളറുള്ള ബോക്സ്, അതിലൊരു എന്താണ് കുരിശിന്റെ ഒരു റെഡ് കളറുള്ള ക്രോസ്, ആ ക്രോസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു ബോക്സിൽ എന്താണ് ആ ബോക്സിൽ എന്താണ് ഫസ്റ്റ് എയ്ഡിന് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവും. ഫസ്റ്റ് എയ്ഡിന് ആവശ്യമുള്ള എന്താണ്
കാര്യങ്ങളൊക്കെ അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പറയണ എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിന് ആവശ്യമുള്ളതെന്ന് പറയുന്നത്. Schools are expected to keep an adequate number of first aid kits. അപ്പൊ നമ്മുടെ ഓരോ സ്കൂളുകളിലും ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ ഇത്രയും വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിരിക്കണം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തോരം വേണമെന്നുള്ള കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നും അത് എത്ര വേണമെന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കണം. The service of the nursing assistant should be made available. അപ്പൊ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് ഈ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. മുമ്പ് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് സ്കൂളിലൊക്കെ നേഴ്സിംഗ് അസിസ്റ്റന്റുകൾ ഉണ്ടാവും. ഈ ബുധനാഴ്ച ദിവസങ്ങളിൽ നേഴ്സ് വരും. അതേപോലെ അങ്ങനത്തെ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്ന എന്റെ ഓർമ്മയിലുണ്ട്. The following are the essential to included in first aid kit. ഇനി നമ്മൾ പറയുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റിനെ കുറിച്ചാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടെന്നുള്ള കാര്യം പറയുന്നത്. ആദ്യം പറഞ്ഞത് കോട്ടൺ ബോളാണ്. പഞ്ഞില്ലേ, പഞ്ഞി വേണം. പിന്നെ ടേപ്പ്, അത് റോൾ ചെയ്യാനായിട്ട് ഒരു മുറിവൊക്കെ സംഭവിച്ചാൽ റോൾ ചെയ്യാനുള്ള ടേപ്പ്, പിന്നെ ബ്രഷ്, പിന്നെ റോളർ, ബാൻഡേജ്, റോൾ ചെയ്യണം ബാൻഡേജ്, പിന്നെ സേഫ്റ്റി പിന്ന്. ചില സമയങ്ങളിൽ വല്ല മുള്ളൊക്കെയാണ് കയറിയിരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സേഫ്റ്റി പിന്ന് ഉപയോഗിച്ചായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, എടുത്തു കളയുന്നത്. ട്രയാങ്കുലർ ബാൻഡേജിന്റെ ഒരു കൈൻഡാണ്. പിന്നെ നീഡില്, സൂചി, സിസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്രിക, ഒലിവ് ഓയില്, പിന്നെ ട്വിറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മുനയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. വില ചിലൊക്കെയാണ് കയറിയിരിക്കണമെങ്കിൽ ഇതിന് കൂടുതൽ രണ്ട് മുനയാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പിക്ക് ചെയ്തെടുത്ത് മാറ്റാൻ പറ്റും. ഡ്രോണിക്, സ്പ്ലിറ്റേഴ്സ്, സോൾട്ട്, കാർബോളിക് ആസിഡ്, സോഡിയം ബൈകാർബണേറ്റ്, പിന്നെ വിനാഗർ, സ്പൂണ്, പിന്നെ ടിങ്ചേഴ്സ് ഓർ അയഡീൻസ് എന്ന് വെച്ചാൽ കഷായങ്ങള്, അങ്ങനത്തെ കാര്യങ്ങൾ. കഷായങ്ങളും പിന്നെ കുഴമ്പൊക്കെ പോലത്തെ ചിലപ്പോൾ ചതവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കുഴമ്പൊക്കെ പറ്റി കഴിഞ്ഞാൽ മാറുമല്ല. അങ്ങനത്തെ കാര്യങ്ങളും എന്തിൽ വേണം, ഫസ്റ്റ് എയ്ഡിൽ വേണം. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണം. നമുക്ക് എന്താ പറഞ്ഞത് ആദ്യം തന്നെ നമ്മുടെ ക്ലാസ്സിൽ കിറ്റിൽ ജോയിൻ ചെയ്തവരെല്ലാവരും കേൾക്കാട്ടോ. ഫസ്റ്റ് എയ്ഡ് എന്താണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ സ്കൂളുകളിൽ നാച്ചുറൽ ആക്സിഡന്റ് സംഭവിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ അവർക്ക് നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്നതിനേക്കാളും മുമ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കാം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നോക്കാം. ഹലോ, എന്നോടാണ് സംസാരിക്കുന്നത്. എല്ലാവരും മ്യൂട്ട് ആക്കാം കേട്ടോ. മിസ്സേ പറഞ്ഞോ. സ്പീഡ് കുറയ്ക്കുവോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഫസ്റ്റ് ഇയറിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്കൂളുകളിൽ ആക്സിഡന്റ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അവിടങ്ങളിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എന്താണ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആവുന്നേക്കാളും മുമ്പ് തന്നെ നമുക്ക് ആ ഒരു സ്പോട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ആ ട്രീറ്റ്മെന്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഓരോ സ്കൂളുകളും എന്താ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാ സ്കൂളുകളും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കിറ്റിലുള്ള ആവശ്യമുള്ള സാധനങ്ങളുടെ കാര്യം പറഞ്ഞു. നമുക്കറിയാം ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആകുമ്പോൾ എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്യൂട്ടി ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. ഓരോന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാം. ടു ഗീവ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റന്റ്ലി അറ്റ് ദ ടൈം ഓഫ് നീഡ്. ആ സംഭവ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. എപ്പോഴാണോ ആ ഒരു ആക്സിഡന്റ് സംഭവിക്കണം ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. പിന്നത്തേക്കൊന്നും മാറ്റി വെക്കാനായിട്ട് പാടില്ല. ഓക്കെ. ടു കണ്ടെയ്ൻ ഓൾ ദ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ്. നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ കിറ്റിൽ വേണ്ട മെറ്റീരിയൽ എന്ന് പറയില്ലേ, ആ എല്ലാ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരെണ്ണം യൂസ് ചെയ്താൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റീഫിൽ ചെയ്യാനായിട്ട് നോക്കണം. ടു റിമൂവ് ദ കോസസ് ഓഫ് ഇഞ്ചുറി ടു ദ പേഴ്സൺസ്. ആ കോസ് കുറയ്ക്കാനായിട്ട് നോക്കാം. നമ്മുടെ സ്കൂളുകളിലാണല്ലോ. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ഇനി ഇങ്ങനെ ഒരു ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം. ടു കൺട്രോൾ ദ ബ്ലീഡിങ് ഫ്രം ഇഞ്ചുറീസ്. നമുക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ കൈ മുറിഞ്ഞെന്ന് വിചാരിച്ചു, കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം. ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണേക്കാൾ മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും കവർ ചെയ്ത് വെക്കാം. അപ്പൊ എന്താണ്, ബ്ലീഡിങ് കുറവായിരിക്കും. അധികം ബ്ലീഡിങ് വരാതിരിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ. ഇഞ്ചുറീസ് കുറയാനുള്ള ബ്ലീഡിങ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ടു ചെക്ക് ദ റെസ്പിറേഷൻ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് റീസ്റ്റാർട്ട് ഇറ്റ് ബൈ ബെറ്റർ. ഇനിയിപ്പോ റെസ്പിറേഷൻ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇപ്പൊ വല്ല ഷോക്കൊക്കെ അടിക്കുകയാണെങ്കിൽ അത് റെസ്പിറേഷൻ ചെക്ക് ചെയ്യാൻ നോക്കാം. ഹാർട്ട് ബീറ്റ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ടു കവർ ദ വൂണ്ട് ഓഫ് ഇഞ്ചുറി. നമ്മൾ ആ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കവർ ചെയ്യാൻ നോക്കാം. കാരണം അത് ഇങ്ങനെ വൂണ്ട് പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്
ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് നോർമൽ ലെവൽ, നമ്മൾ നോർമൽ ലെവലിൽ തന്നെ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം. ടെമ്പറേച്ചർ ഒക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊക്കെ തുടച്ചു കൊടുക്കാം. ചിലപ്പോൾ പേടിക്കൂല, തലകറങ്ങി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ പേടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പറഞ്ഞത് ഒന്നും കൂടി പറയണം. ഫസ്റ്റ് എയ്ഡ് എന്താന്ന് പറഞ്ഞു, ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകളെ കുറിച്ച് പറഞ്ഞു. എല്ലാ സ്കൂളുകളും ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സ് വേണം. ആ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, ഫസ്റ്റ് എയ്ഡ് മെയിൻ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിന്റെ ഡ്യൂട്ടീസ് പറഞ്ഞു. ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് എപ്പോഴും നമ്മുടെ സംഭവം ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ആ ഒരു കോഴ്സ് റിമൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇഞ്ചുറി സംഭവിക്കാനുള്ള കാരണം എന്ത് ചെയ്യാൻ നോക്കാം, റിമൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് നോക്കാം. മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ രക്തം പോണ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെ ബ്ലീഡിങ്, ആ ബ്ലീഡിങ് കുറയ്ക്കാനായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ പേഷ്യന്റിന്റെ റെസ്പിറേഷൻ നമ്മൾ ശ്വാസം കിട്ടണ്ട എന്നുള്ള കാര്യം നോക്കാം. കാരണം പെട്ടെന്ന് ഒരാൾ തളർന്നു വീഴുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി ആളെ നോക്കിയല്ല വേണ്ടത്. അയാൾക്ക് കുറച്ച് എന്ത് വേണം, ശ്വാസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒരു സ്പേസ് കൊടുക്കണം, അവരിൽ നിന്നൊക്കെ മാറി നിൽക്കാം. അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ, ശ്വസിക്കാനായിട്ടൊക്കെ പറ്റും. ടു കവർ ദ വൂണ്ട് ഓഫ് ഇഞ്ചുറി, അത് നമ്മൾ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറി എന്ത് ചെയ്യാൻ കവർ ചെയ്യാൻ നോക്കാം. ടു മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ടെമ്പറേച്ചർ നോർമൽ ആയിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നനഞ്ഞ തുണി വെച്ച് ഒന്ന് തുടച്ചൊക്കെ നോക്കാം, മുഖത്തൊന്ന് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നോക്കാം. നനഞ്ഞൊരു തുണി എടുക്കാം, അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നോക്കാന്ന് തുടയ്ക്കുക. അപ്പം ടെമ്പറേച്ചർ നോർമൽ ആവും. ഇനിയാണ് വെൻ ഫസ്റ്റ് എയ്ഡ് ഈസ് നെസസറി ആൻഡ് ഹൗ, എപ്പോഴാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, അത് എങ്ങനെ കൊടുക്കും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നമ്മളൊക്കെ പഠിച്ച് നമ്മളെന്ത് ചെയ്യും, സ്കൂളിലൊക്കെ പോയി ഇതിനു വേണ്ടി ഇരിക്കുമ്പോ അവിടെ എന്ത് ടൈപ്പ് ആക്സിഡന്റ് വേണമെങ്കിൽ സംഭവിക്കാം. അതിലൊക്കെ നമ്മൾ എന്തായിരിക്കണം, അതൊക്കെ നോക്കാനായിട്ട് നമ്മൾ എന്തായിരിക്കണം, പ്രാപ്തരായിരിക്കണം. അപ്പൊ എങ്ങനത്തെയൊക്കെ ആക്സിഡന്റുകൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതേപോലെ അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം കേട്ടോ. ആദ്യത്താണ് ഫെയിന്റിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധക്ഷയമാണ്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ബോധക്ഷയം, നമ്മളൊക്കെ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ കുറെ നേരം ഒരു നിൽക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, ബോധക്ഷയം സംഭവിക്കും, അല്ലെങ്കിൽ തലകറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ്, ബോധക്ഷയം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണ് ഫെയിന്റിംഗ് എന്ന് പറയുന്നത്. When the brain does not get enough blood and the heart does not functioning properly, a person may faint. അപ്പൊ എന്താണ്, നമ്മുടെ ബ്രെയിനിന് എനഫ് ആയിട്ടുള്ള ബ്ലഡ് കിട്ടിയില്ല, അപ്പൊ നമ്മുടെ ഹാർട്ട് നല്ല രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ബോധം കെട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. Sometimes severe pain or injury can be also causes for pain. നമ്മൾ തലകറങ്ങി വീഴുമ്പോ അത് ചിലപ്പോൾ ഒരു കല്ലുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ തലകറങ്ങി വീഴണമെങ്കിൽ ഇവിടെ തല കല്ല് പിടിച്ച് അത് ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഫെയിൻറ്റിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബോധക്ഷയം. അപ്പം സ്കൂളിലാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേര് തലകറങ്ങി വീഴും. ചിലപ്പോൾ അവര് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഹാർട്ടിന് ബ്ലഡ് പമ്പ് ചെയ്യാത്തതായിരിക്കും കാരണം. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ദ ഫേസ് വിൽ ബിക്കം പ്ലെയിൻ, the speed of breathing will be decreased. ആ സമയത്ത് നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ട് ചുമന്ന് അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ നമ്മുടെ ബ്രീത്തിങ് ഡിക്രീസ് ചെയ്യും, നമ്മുടെ ശ്വാസം എടുക്കണ കാര്യം കുറയും. അതിനുള്ള ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഷുഡ് ഗീവ് ഫ്രഷ് എയർ, ശുദ്ധമായിട്ടുള്ള വായു കൊടുക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ തലകറങ്ങി വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി പോയിട്ട് അയാളെ നോക്കിയല്ല വേണ്ടത്. അതിന് ഡ്യൂട്ടി ഉള്ള ആള് അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ നേഴ്സ് ആയിരിക്കും അവിടെ ചെന്ന് നോക്കാം എന്താണ് കുട്ടിക്ക് പറ്റിക്കുന്നത്. എല്ലാവരോടും മാറി നിൽക്കാൻ പറയാം, എല്ലാ കുട്ടികളോടും എന്ത് ചെയ്യാൻ പറയാം, നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലേക്ക് പോവാ, അല്ലെങ്കിൽ എവിടെ നിന്ന് മാറി നിൽക്കാൻ പറയാം. എന്നിട്ട് ഫ്രഷ് എയർ ആ കുട്ടിക്ക് കിട്ടാൻ നോക്കാം. പിന്നെ കോൾഡ് വാട്ടർ ഷുഡ് ബി സ്പ്രിംഗ് ഓൺ ദ ഫേസ്, തണുത്ത വെള്ളം ഉണ്ടല്ലോ അത് മുഖത്തേക്ക് എന്ത് ചെയ്യുക, തെളിച്ചു കൊടുക്കാം. പേഷ്യന്റ് ഷുഡ് ബി മെയ്ഡ് ടു ലൈ വിത്ത് ദ ഫീറ്റ് റൈസ്ഡ് ഹയർ ദാൻ ദ ഹെഡ്. എന്ത് ചെയ്യുക, പാദങ്ങള് തലയേക്കാൾ ഉയർത്തി കിടക്കണം. നമ്മൾ എന്ത് ചെയ്യണം, പാദങ്ങൾ തലേനേക്കാളും ഉയർത്തി ഇങ്ങനെ കടക്കാനായിട്ട് ശ്രമിക്കുക, കാലൊന്ന് മുക്കി വെച്ച് കടക്കാൻ നോക്കാം. ക്ലോത്ത് ഷുഡ് ബി ലൂസ്. ഈ ഡ്രസ്സൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും, യൂണിഫോം ഒക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ട് യൂണിഫോം ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, ലൂസ് ചെയ്ത് കൊടുക്കുക. ഷർട്ടിന്റെ ഒക്കെ ആണെങ്കിൽ ബട്ടൺസ് ഒക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് അവരെ കംഫർട്ട് ആക്കാൻ നോക്കുക. നമ്മൾ ആ പേഷ്യന്റ് തലകറങ്ങി വീണിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡന്റ് തലകറങ്ങി വീണ് കഴിഞ്ഞാൽ അവരെ കംഫർട്ട് ആക്കാൻ നോക്കുക, ഫ്രഷ് ആയിട്ടുള്ള എയർ കൊടുക്കുക, അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക.
ഇനി തലകറങ്ങി വീഴുമ്പോ തന്നെ അങ്ങനെ മുഖത്ത് വെള്ളം തെളിക്കും, തണുത്ത വെള്ളം തെളിക്കാൻ നോക്കാം. അപ്പൊ തന്നെ എഴുന്നേക്കുകയാണെങ്കിൽ അവരൊന്ന് പേഷ്യന്റിനെ എന്ത് ചെയ്യാൻ, നമ്മ അവിടെ കൊണ്ട് കിടത്തുമ്പോ തല താത്തിയിട്ട് കാലുകൾ എന്ത് ചെയ്യാൻ നോക്കാം, പാദങ്ങൾ തലയേക്കാളും ഉയർത്തി കിടത്താനായിട്ട് നോക്കാം. അപ്പൊ എന്താണ് നമ്മൾ തലകറങ്ങി വീണതിന്റെ കാര്യം, ബോധക്ഷയത്തിന്റെ കാര്യം പറഞ്ഞത്, ബ്ലഡിലേക്ക് ബ്രെയിനിലേക്ക് എനഫായിട്ട് ബ്ലഡ് കിട്ടാത്തൊരു സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്, ബോധക്ഷയം വരുന്നത്. അങ്ങനെ ബോധക്ഷയം വരുമ്പോ ചില സമയത്ത് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോ ബോധക്ഷയം വരെയാണെങ്കിൽ അയാൾക്ക് ഫ്രഷ് എയർ കൊടുക്കാൻ നോക്കാം, എല്ലാവരോടും കൂട്ടം കൂടി നിൽക്കാണ്ട്. നമ്മ ആരെങ്കിലും ഒരാളോ 1-2 ആൾക്കാർക്ക് മാത്രം അടുത്ത് നിൽക്കുക, ബാക്കി എല്ലാവരും മാറ്റി നിർത്തിയിട്ട് തണുത്ത വെള്ളം മുഖത്ത് തെളിക്കുക. അത് കഴിഞ്ഞിട്ട് അവരെ ഒന്ന് കടത്താൻ നോക്കുക, തല എന്ത് ചെയ്യാം, തലയേക്കാളും പാദങ്ങൾ ഉയർത്തി കിടത്താനായിട്ട് നോക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, ക്ലോത്ത് ഒക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാധാരണ അത് നോർമലാവും. ഇനി അടുത്താണ് ബ്ലീഡിങ്. ബ്ലീഡിങ് എങ്ങനെ വേണമെങ്കിലും ആവാം, കളിച്ചോണ്ടിരിക്കുമ്പോ എങ്ങാനും ഒരു ആക്സിഡന്റ് പറ്റി ബ്ലീഡിങ് ആവാം, അല്ല പിള്ളേര് തമ്മിൽ തല്ലു കൂടുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഷുറീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. When there is some injuries or cut in the capillary artery or vein, there will be bleeding. അപ്പൊ നമ്മുടെ വെയിന് ഞരമ്പിലൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചാൻസ് ഉണ്ട്, ബ്ലീഡിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് പറയുന്നത്. The injured part should be up above its original position. ഇപ്പൊ എന്റെ കൈയില്ലേ, ഇപ്പൊ കൈ ഇവിടെ പൊട്ടിട്ട് വിചാരിക്കും, ഇവിടെ പൊട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താത്തിടാൻ പാടില്ല, ഇങ്ങനെ താത്തിടാനായിട്ട് പാടില്ല. അങ്ങനെ താത്തിട്ട് ബ്ലഡ് മൊത്തം എങ്ങനെയാവും, ഇങ്ങനെ വന്ന് ഇതായിട്ട് പോകും, ഒഴുകി പോകും. അപ്പൊ എന്ത് ചെയ്യാൻ, ഞാനിത് എന്റെ ഇവിടെയാണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെക്കാം. അപ്പൊ എന്താണ്, അപ്പാണ്. അപ്പം മുകളിലോട്ട് കയറ്റി വെക്കുമ്പോ എന്തായാലും ബ്ലഡ് അങ്ങനെ ലോസ് ആവല്ലേ, ഇത്തിരി പോയാലും ബ്ലഡ് ഒരുപാട് ഇങ്ങനെ ഇടുമ്പോൾ പോണേക്കാളും കുറവായിരിക്കും, ഇങ്ങനെ വരുമ്പോ കുറവായിരിക്കും പോണത്. അപ്പൊ the injured part should be up above its original position. അതായത് ഒറിജിനൽ പൊസിഷനേക്കാളും എന്ത് ചെയ്യുക, ഇഞ്ചേർഡ് പാർട്ട് ഒന്ന് ഉയർത്തി വെക്കാനായിട്ട് നോക്കാം. The skin should be readjusted and washed with cold water. നമ്മൾ ആ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക, ബ്ലഡ് മാറാനായിട്ട്. Tincture or iodine should be applied and bandaged ആയിട്ട്. നമ്മുടെ വെറ്റായിട്ട് നിൽക്കുന്നത് അല്ല, അങ്ങനത്തെ സംഭവം അവിടെ പറ്റിയിട്ട് ബാൻഡേജ് ചെയ്യാം. ഇപ്പൊ വലിയ ബ്ലീഡിങ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബാൻഡേജ് ചെയ്ത് നമുക്ക് ക്ലാസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി അത്യാവശ്യം ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം, ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാം. ഈ ചില സമയങ്ങളിൽ ഉച്ച കഴിയുമ്പോഴുള്ള സമയങ്ങളിലൊക്കെ കുട്ടികളുടെ ആക്സിഡന്റ് നടക്കുമ്പോൾ ബ്ലീഡിങ് കൂടുതലായിരിക്കും, ബ്ലീഡിങ് വരുന്നത് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാം. കാരണം ബ്ലീഡിങ് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബോധമിട്ട് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തത് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലീഡിങ് ആണ് പറഞ്ഞത്. അടുത്തതാണ് സ്നേക്ക് ബീറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ കാട്, കുറ്റിക്കാട് അങ്ങനത്തെ പ്രദേശമൊക്കെ ഉണ്ടെങ്കിൽ പാമ്പുകൾ നമ്മുടെ ക്ലാസ്സിലേക്കല്ല പുറത്തൊക്കെ കളിക്കുന്ന സ്ഥലത്തൊക്കെ പാമ്പുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് നമ്മുടെ ഭൂരിഭാഗം പാമ്പുകൾ എന്താണ്, പോയിസൺസ് ആണ്. ബട്ട് ഈവൻ ദർ ബ്രിങ് അബൌട്ട് ഡിസ്മിസ് ഓൺ അക്കൗണ്ട് ഓഫ് ഷോക്ക്, സോ ഇറ്റ് ഈസ് വെരി റിക്വയർഡ് ടു അപ്ലൈ ഫസ്റ്റ് എയ്ഡ്. അപ്പം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കും, പാമ്പ് കാണാൻ എനിക്ക് പേടിയാണ്. പാമ്പ് ഒന്ന് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഭയങ്കര പേടിയായിരിക്കും. നമ്മ പെട്ടെന്ന് നമ്മ ഇതായി പോകും, എന്താണ് ഷോക്കിലേക്ക് പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം. ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ പാമ്പ് കടിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബാൻഡേജ് ഷുഡ് ബി യൂസ് ടൈറ്റ്ലി എബോവ് ആൻഡ് ബിലോ ദി ഇഞ്ചുറി. ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ നടക്കുമ്പോൾ കളിക്കുമ്പോഴെന്നാണെങ്കിൽ കാലുമേൽ പാമ്പ് കടിച്ചെന്ന് വിചാരിക്കും. പാമ്പ് കാലുമ കടിച്ചിട്ട് കയ്യിൽ കാലായിട്ട് ഉദ്ദേശിക്കട്ടോ. അപ്പൊ ഇനി ഇവിടെ ബീറ്റ് ചെയ്യെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നന്നായിട്ട് ടൈറ്റായിട്ട് എന്ത് ചെയ്യണം, ഞാൻ നല്ല മുറുക്കത്തിൽ തുണി ഒരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് കെട്ടിവെക്കും. അതേപോലെ ഇപ്പുറത്തും എന്ത് ചെയ്യും, നന്നായിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യും, കെട്ടിവെക്കും. കാരണം മുകളിലോട്ട് ഈ വിഷം കയറാതിരിക്കാനാണ്. എന്താണ്, നമ്മുടെ പെട്ടെന്ന് ബ്ലഡിലേക്ക് സ്പ്രെഡ് ചെയ്യും, ഈ പാമ്പിന്റെ പോയിസൺ പെട്ടെന്ന് ബ്ലഡിലേക്ക് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, രണ്ട് സൈഡും എബോവും ബിലോവും, ഇഞ്ചുറിയുടെ എബോവും ബിലോവും എന്ത് ചെയ്ത് കെട്ടിവെക്കും. The injury should be enlarged with a clean and sharp edged knife. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അത് ഇവിടെ ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ നൈഫ് എടുക്കുക, കീറ, ബ്ലഡ് എന്നിട്ട് കളയാനായിട്ട് നോക്കാം. ആ കുത്തിരിക്കാൻ സൈഡിൽ ചിലപ്പോൾ നീരച്ചിട്ടുണ്ടാവും. ആ ബ്ലഡ് എന്ത് ചെയ്യുക, ഫ്ലോ ആയിട്ട് കളയാൻ ഉപയോഗിക്കാം. അവിടെ നിന്ന് നമുക്ക് കളയാൻ നോക്കാം. ദിസ് ഹെൽപ് ദ പോയിസൺ ബ്ലഡ് ടു ഫ്ലോ ഔട്ട്. ഇവിടെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇപ്പുറത്ത് നന്നായിട്ട് മുക്കി കെട്ടിയിട്ടുണ്ടാവും. പോയിസൺ ഒരു കാരണവശാലും മേലേക്ക് പോകാൻ പാടില്ല.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പത്തെ സൈഡിൽ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് അവിടെ അപ്പൊ നമ്മുടെ പാമ്പ് ബീറ്റ് ചെയ്ത സ്ഥലത്തുള്ള ബ്ലഡ് നല്ല നൈഫ് ഉപയോഗിച്ചിട്ട് അത് മുറിച്ച് ആ ബ്ലഡ് എന്ത് ചെയ്യുക പുറത്തേക്ക് കളയാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ എന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എവിടെ എത്തിക്കാൻ നോക്കാം, ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് നോക്കാം. എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പേഷ്യന്റ് ഒരിക്കലും ബോധക്ഷയത്തിലേക്ക് പോകാൻ പാടില്ല. പേഷ്യന്റ് ഒരിക്കലും ഉറങ്ങി പോകാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്ത് ചെയ്തോണ്ടിരിക്കാം, മുഖത്ത് അടിച്ചുകൊണ്ടിരിക്കാം. മുഖത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോ പേഷ്യന്റ് എപ്പോഴും എന്താണ് ഉറങ്ങൂല. അപ്പൊ എന്ത് ചെയ്യാം, മുഖത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഉറങ്ങാൻ പാടില്ല പേഷ്യന്റ് ഒരിക്കലും ഇതിലേക്ക് പോകാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല. നന്നായിട്ട് മുഖത്ത് എന്ത് ചെയ്തോണ്ടിരിക്കാം, അടിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ എന്താണ്, പേഷ്യന്റ് പെട്ടെന്ന് ഉറങ്ങൂല. അപ്പൊ പാമ്പ് കൊത്തുന്നത് ഭയങ്കര എന്താണ് ഡേഞ്ചർ ആണ്. നമ്മ ഇപ്പൊ രണ്ട് ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞത്, നമ്മുടെ ഫെയിഡിങ് പറഞ്ഞു, ബ്ലീഡിങ് പറഞ്ഞു. ഇതിന് രണ്ടിനേക്കാളും ഡേഞ്ചർ ആണ് ഇത് സ്നേക്കിന്റെ ബീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ആളുടെ ജീവൻ പോലും പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്നേക്ക് എങ്ങാനും ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അർജന്റായിട്ടൊക്കെ തന്നെ ഇതിന്റെ മുകളിലത്തെ ആ മുറിവിന് മുകളിലായിട്ട് നല്ല മുറുക്കി കെട്ടാം. എന്നിട്ട് മുറിവിന് താഴെയും അതേപോലെ തന്നെ നല്ല മുറുക്കി കെട്ടാം. നല്ല വള്ളിയ എന്ത് വേണമെങ്കിലും അത് വെച്ച് എന്ത് ചെയ്യാം, അത് മുറുക്കി അങ്ങോട്ട് കെട്ടാം. ഒരിക്കലും പോയിസൺ ആയിട്ടുള്ള ബ്ലഡ് അദ്ദേഹത്തിന്റെ നമ്മുടെ ബോഡിയിലേക്ക് മുകളിലോട്ട് കയറൂല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ എന്ത് ചെയ്യാം, മുറുക്കി അങ്ങോട്ട് കെട്ടിയിട്ട് നല്ല നൈഫ് എടുത്തിട്ട് ആ മുറിവുന്ന് കീറിക്കഴിട്ട് ആ ബ്ലഡ് അങ്ങോട്ട് പുറത്തേക്ക് എന്ത് ചെയ്യാം, ഒഴുക്കി വിടാം. എന്നിട്ട് എമർജൻസി ആയിട്ടാണ് എന്ത് ചെയ്യണം, നമ്മുടെ പേഷ്യന്റിന് നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. ബ്ലഡ് ഒഴുക്കി കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മ പേഷ്യന്റിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ആക്കാൻ തോന്നണം. ഈ ഹോസ്പിറ്റലിലേക്ക് പോകണ ടൈമില് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയം. ട്രീറ്റ്മെന്റ് കിട്ടുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എന്തിനാ പേഷ്യന്റ് ഒരിക്കലും ഉറങ്ങാനായിട്ട് സമ്മതിക്കരുത്. ഉറക്കരുത്. അത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി മെയിനായിട്ട് ചെയ്യാന്ന് വെച്ചാൽ മുഖത്തടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താ അൺകോൺഷ്യസിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് മുഖത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാം. സ്നേക്ക് ബീറ്റിംഗ് മനസ്സിലായ? ഞാൻ പറയണത് കേൾക്കണില്ലേ? റിപ്ലൈ ഒന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ കാര്യം ഫോളോ ചെയ്യൂലേ? ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ഇങ്ങനെ സ്നേക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് പേടിച്ച് നിൽക്കാണ്ട് അവർക്ക് വേണ്ട പ്രോപ്പർ ആയുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കൂലേ? ആ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവുമല്ലോ. എന്താ ചെയ്യണേന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ? സ്നേക്ക് എങ്ങനെ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ആ സമയത്ത് തന്നെ നമ്മൾ പേടിക്കാനൊന്നും നിൽക്കരുത്. പാമ്പ് കടിച്ചെന്ന് പറഞ്ഞിട്ട് പേടിക്കല്ല വേണ്ടത്. ആ സമയത്ത് തന്നെ എന്താ കൊടുക്കുക, ട്രീറ്റ്മെന്റ് അപ്പൊ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ഓക്കെ. ഇനി അടുത്തതാണ് ഡ്രോണിങ്. എന്താണ് ഡ്രോണിങ്? പറയാം. എന്താണ്, നമ്മള് പിള്ളേരാണ് എന്ത് ചെയ്യും, ഈ മഴയൊക്കെ ആയി കഴിയുമ്പോ ഈ കുളത്തിലും പുഴയിലൊക്കെ എന്താണ് നല്ല വെള്ളമായിരിക്കും. അപ്പൊ ഈ പിള്ളേര് പുഴയിലും കുളത്തിലൊക്കെ എന്താ നീന്താനായിട്ട് പോകും. എന്തോരം പിള്ളേര് നമ്മളെല്ലാവരും കാണണേ ഓരോ ന്യൂസില്. 2-3 പിള്ളേര് ഒരുമിച്ച് ഒരു ഫാമിലിയിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ കൂട്ടുകാരായിരിക്കും ഒരുമിച്ച് നീന്താൻ പോയിട്ട് മുങ്ങി മരണപ്പെട്ടു. അങ്ങനെയൊക്കെ കണ്ടെത്തിയത് നമ്മ ഈ ന്യൂസിലൊക്കെ കാണാറുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു കുട്ടി മുങ്ങിപ്പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങിയപ്പോ അറിയാണ്ട് മുങ്ങിപ്പോയി ആ കുട്ടീനെ എടുക്കൂല. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇനി പറയാൻ കേട്ടോ. ഡ്രോയിങ് എന്നാ പറയണത്. ഡ്രോയിങ് ഇൻ സച്ച് കേസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ടേക്കൺ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഒരു കൊച്ചു വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയിട്ട് ആ കുട്ടീനെ കിട്ടി. നമുക്ക് വെള്ളത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തി, ചാടി നീന്തലൊക്കെ അറിയണ ആൾക്കാരെ ചാടി രക്ഷപ്പെടുത്തി പുറത്തെടുത്തിട്ട് നമ്മൾ എന്താ കൊടുക്കണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. അപ്പൊ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതാണ്? ഡ്രോൺഡ് പേഴ്സൺ ഫേസ് ഷുഡ് ബി ഡൗൺവേർഡ്. നമ്മൾ എന്ത് ചെയ്യാം, ഫേസ് എന്ത് ചെയ്യുക, താത്തിടാം. ആൻഡ് ഫീറ്റ് ഷുഡ് ബി ബീനാൻ, കാല് ഉയർത്തി നിർത്താൻ നോക്കാം. ആൻഡ് ഹിസ് വേസ്റ്റ് ഷുഡ് ബി പ്രസ്ഡ് വിത്ത് ബോത്ത് ഹാൻഡ്. നമ്മുടെ നെഞ്ചത്ത് നമ്മൾ ചിലപ്പില്ലേ നമുക്ക് അടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം എന്ത് ചെയ്തിട്ടുണ്ടാവും, വയറ്റിലേക്ക് പോയിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, ചെസ്റ്റ് വെച്ചിട്ട് പ്രസ് ചെയ്ത് 2 ഹാൻഡ് വെച്ച് പ്രസ് ചെയ്ത് എന്ത് ചെയ്യണം, ആ വെള്ളം പുറത്തേക്ക് കളയാൻ നോക്കണം. എന്ത് ചെയ്യണം, പ്രസ് ചെയ്തിട്ട്
നമ്മ വെള്ളം എന്ത് ചെയ്യണം, പുറത്തേക്ക് കളയാൻ നോക്കണം. ഒരുപാട് നേരം പ്രസ് ചെയ്യണം, കാരണം ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ ഹാർട്ട് ബീറ്റ് ശ്വസിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഈ വെള്ളം മൊത്തം എന്ത് ചെയ്യണം, പുറത്തേക്ക് കളയാൻ നോക്കണം. The person should be dried up with a warm towel or hot water bottle. അപ്പൊ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മ എന്ത് ചെയ്തു, ആ പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്തു, വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഫേസ് ഒക്കെ ഡൗൺ ആക്കി നമ്മുടെ ഫീറ്റൊക്കെ പൊക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവരാണ് എങ്ങനെയും ആ വെള്ളം പുറത്തേക്ക് കളഞ്ഞ് നമ്മൾ അതിന്റെ സ്വബോധത്തിലേക്ക് എത്തിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ശരിക്കും നമ്മളുടെ തണുത്ത് പോയിട്ടുണ്ടാവില്ല, അപ്പൊ ഹോട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ വാമായിട്ടുള്ള ടൗലൊക്കെ വെച്ച് എന്ത് ചെയ്ത് കൊടുക്കുക, തുടച്ചു കൊടുക്കുക. പിന്നെ കുടിക്കാനായിട്ട് ഹോട്ടായിട്ടുള്ള വെള്ളം കൊടുക്കുക. ബെറ്റ് ക്ലോത്ത് ഷുഡ് ബി റിമൂവ്ഡ്, ദേ ഷുഡ് ലൂസ്. എന്ത് ചെയ്യാം, നനഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണി എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ലൂസ് ആക്കി കൊടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ഒരാൾ മുന്നിൽ പോയിട്ട് നമുക്ക് കരയിലേക്ക് കയറ്റുന്ന സമയത്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞത്, അയാൾ അവിടെ കിടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമ്മുടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ബോത്ത് ഹാൻഡിൽ വെച്ചിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, ആ വെള്ളം മൊത്തം പോണ വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഹോട്ടായിട്ടുള്ള വാട്ടർ കൊടുക്കാം. പിന്നെ നമ്മുടെ ക്ലോത്ത് ഒന്ന് ലൂസ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോത്ത് റിമൂവ് ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്തതാണ് ബേൺസ് ആൻഡ് സ്കെയിൽഡ്. ഇപ്പോൾ പറഞ്ഞതൊന്നും പറയോ, ക്ലിയർ ആയി, സ്പീഡ് കൂടി പോയി. ഒന്നും കൂടി പറയോ? ഏതാടാ, ഡ്രോയിങ് ആണ് പറഞ്ഞതില്ലേ, ഏതാണ് ഇപ്പൊ പറഞ്ഞത്? ഓക്കെ എന്റെ ജിറ്റ് പോയായിരുന്നു, അതാ. ഓക്കേടാ, ഇപ്പൊ പറയാട്ടാ. ഓക്കെ ടീച്ചർ. ഓക്കേടാ, ഇടയ്ക്ക് ഒരു മുങ്ങിപ്പോയ ഒരു വ്യക്തിയുടെ ഇപ്പില്ലേ, കാണാൻ പറ്റണ്ട. ഇപ്പൊ ഒരാൾ മുങ്ങിപ്പോയെന്ന് വിചാരിക്കുക, അയാളെ എങ്ങനത്തെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനത്തെ കേസിൽ നമുക്ക് ഒരാളെ കിട്ടുകയാണെങ്കിൽ ആ പേഴ്സണിന്റെ ഫേസ് എന്ത് ചെയ്യാം നോക്കാം. ഫേസ് മുകളിലേക്ക്, മുഖം എന്റെ ഫേസ് ഡൗൺ വേർഡും അതുപോലെ ഫീറ്റ് അപ്പും വെച്ച് നോക്കുക. അതേപോലെ തന്നെ രണ്ട് കൈയും വെച്ചിട്ട് നമ്മുടെ അയാളുടെ വെസ്റ്റ് എന്ത് ചെയ്യാൻ നോക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിന് അപ്പം വെള്ളത്തിലേക്കാണ് പോയിരുന്നത്, തണുത്ത വെള്ളമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, നമ്മുടെ ടവല്, വെറ്റായിട്ടുള്ള ടവൽ വെച്ചാൽ നനയാത്ത ടവൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഹോട്ടായിട്ടുള്ള വാട്ടർ കുടിക്കാൻ കൊടുക്കുക. ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം ആയിട്ട് കൊടുക്കുക, കുറച്ച് കൊടുക്കാൻ നോക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ നനഞ്ഞ തുണി മാറ്റി നല്ല തുണി ഇടിപ്പിക്കാം. ഇനിയിപ്പോ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ബോധമൊക്കെ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് ആ വാട്ടർ കളയാൻ നോക്കാം. വയറ്റിലേക്ക് കുടിച്ചിങ്ങനെ വെള്ളം കളയാൻ നോക്കാം. ബ്രീത്ത് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്താം. അത് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഇപ്പൊ ആദ്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇനി മുങ്ങിപ്പോയിട്ട് കുറച്ച് റിസ്ക് കൂടുതലാണ്. അവർക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ ബോധമില്ലാത്ത സമയത്താണ് നമുക്ക് കിട്ടണമെങ്കിൽ മാക്സിമം വെള്ളം, അതായത് കുടിച്ചിരിക്കുന്ന വെള്ളം കളയാനായിട്ട് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എമർജൻസി ആയിട്ട് ആംബുലൻസ് വിളിക്കുക, ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടാം. നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബേൺസ് ആൻഡ് സ്കേൽഡ്. ഈ നമ്മുടെയൊക്കെ കയ്യിൽ കൊള്ളാറില്ലേ, ഇപ്പൊ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആൾക്കാരൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊള്ളാറൊക്കെ ഇല്ലേ, പെട്ടെന്ന് നമ്മൾ അറിയാണ്ട് പോയിട്ട് ചൂടുവെള്ളത്തിന്റെ പാത്രം പിടിക്കും. ചിലപ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒന്ന് വിചാരിച്ചായിരിക്കും പിടിക്കാറ്, പെട്ടെന്ന് എന്ത് പറ്റും, ആ പൊള്ളിപ്പോവും. A person get burns by fire or piece of metal or current. എങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് എന്ത് പറ്റും, പൊള്ളലേക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഫയറിന് പൊള്ളലേക്കാണെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് കറണ്ട് സ്വിച്ച് നനഞ്ഞ കൈ കൊണ്ടൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, നമ്മ സ്വിച്ച് ഇടുമ്പോ പെട്ടെന്ന് ഷോക്ക് ഒക്കെ അടിക്കും. അങ്ങനെ നമുക്ക് എന്ത് പറ്റും, ഷോക്ക് അടിക്കാനുള്ള ബേൺ ആവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ നമ്മ
നമ്മുടെ സ്റ്റുഡൻസിനോട് പറയണം. ഒരു കാരണവശാലും നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യരുത്, സ്വിച്ച് ഇടരുത്. കാരണം എന്താണ്, നമ്മുടെ കൈമ ബാറ്ററി ഉണ്ട്, പെട്ടെന്ന് ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പാസ് ചെയ്യും. അപ്പൊ എന്താണ്, നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം പിള്ളേരോട്. നനഞ്ഞ കൈ വെച്ചിട്ട് ഒരിക്കലും എന്തിടരുത്, സ്വിച്ച് ബോർഡിൽ തൊടരുത്. സംടൈംസ് ദി ബേൺസ് ആർ കോസ്ഡ് ബൈ ബോയിൽഡ് വാട്ടർ ഓർ മിൽക്ക് ഓർ എക്സെട്ര. അപ്പൊ എങ്ങനെയാണ്, ചില സമയങ്ങളിൽ ബോയിൽഡ് വാട്ടർ അല്ലെങ്കിൽ മിൽക്ക് എന്നൊക്കെ എന്താണ് എന്താണ് പൊള്ളലേക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് സ്കേഡ്. അതിന് നമ്മൾ എന്താ പറയുക, പൊള്ളൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാട്ടാ. ദ ബേൺഡ് പ്ലേസ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ബൈ ദ ക്ലീൻ വാട്ടർ. നമ്മൾ ബേൺ ചെയ്ത് മുറിവ് വെച്ചിട്ട് പൊള്ളിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ വെച്ച് എന്ത് ചെയ്യുക, അത് ക്ലീൻ ചെയ്യാറുണ്ട്. The patient has been collapsed to try bring him to his sense. അപ്പൊ കൊളാപ്സ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊള്ളി കഴിയുമ്പോൾ ചിലപ്പോൾ പേടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കൂളാക്കുക, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഇത്രയും പൊള്ളിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്സ് എന്ത് ചെയ്യുക, ബേൺ ചെയ്ത പോർഷനിലേക്ക് എന്ത് ചെയ്യുക, പരട്ടി കൊടുക്കുക. അധികം ഹാർഷായിട്ട് പരട്ടാണ്ട് പതുക്കം സ്ലോ ആയിട്ട് നമുക്ക് തടയി കൊടുക്കുക. കാരണം പൊള്ളിയിട്ടുണ്ട്, നമുക്ക് നല്ല നീറ്റുണ്ടാവും. അതേപോലെ തന്നെ അതിനെ ഹാർഷായിട്ട് പരത്താണ്ട് പതുക്കെ അത് പരത്താം. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ക്ലീൻ വാട്ടർ ആർ ഓൾസോ ഹെൽപ്ഫുൾ ഇൻ സ്ലൈറ്റ് ബേൺ. ചെറിയ ബേണിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ചാലും മതി, അത് കുഴപ്പം, അത് മാറി കിട്ടും. ഇഫ് ഇറ്റ് ഇസ് ബേണിംഗ് സീരിയസ് മെഡിക്കൽ കെയർ ഇസ് ടു ബി ഗിവൺ. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊള്ളലേറ്റിട്ടുണ്ടെന്ന് വിചാരിക്കും, നമ്മൾ അറിയാണ്ട് ചൂടുവെള്ളം കൊടുത്തപ്പോ നല്ല കുറച്ച് വെള്ളം കൊടുത്തപ്പോ ഇങ്ങനെ മറിഞ്ഞ് വീണ്, നമ്മുടെ മേത്തേക്കാണ് വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ, നല്ല ക്ലീൻ വാട്ടർ ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വേഗം ഹോസ്പിറ്റലിൽ കൊടുക്കുക. കാരണം കോളയ്ക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കാം. അങ്ങനെ ബേണ് കൂടുതലാണെങ്കിൽ, സാധാരണ നമ്മുടെ കയ്യുമ്മയൊക്കെ പൊള്ളലേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് കത്തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അത് നോർമലായിട്ട് മാറും. അപ്പൊ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഈ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ദ ഫസ്റ്റ് എയ്ഡർ ഷുഡ് ബി കെയർഫുൾ ഇൻ ഡിഫെക്ടിംഗ് ദ nature of the temporary treatment to be operated to patient. ഫസ്റ്റ് എയ്ഡർ മറ്റേ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണ പ്രൊവൈഡർ ഈ ടെമ്പററി ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ എന്താണ് പേഷ്യൻസിന് കൊടുക്കണ ടെമ്പററി ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ ബോധേഡായിരിക്കണം. He or she should have some essential qualities such as compassion, gentleness, and power of conclusion, resourcefulness, alertness. അപ്പൊ നമ്മൾ ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അയാളെ കൂളാക്കാൻ നോക്കണം. പെട്ടെന്ന് ഒരാൾ തളർന്നു വീണിട്ടുണ്ടെങ്കിൽ നമ്മ ആ ക്രൗഡിനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിച്ച് ബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതേപോലെ നമ്മൾ പറയാം കുഴപ്പമൊന്നുമില്ല, ഒന്ന് തളർന്നു വീണിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല, അവരെ നോർമൽ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കാം. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അവർക്കൊരു എന്ത് കൊടുക്കാം, കൂളാക്കാനുള്ള ഒരു രീതിയിൽ ഇതും കൊടുക്കാം. She or he should be very efficient and quick to render help to the victim. അപ്പൊ എഫിഷ്യന്റ് ആയിരിക്കണം. നമ്മ ആ സംഭവം നടക്കുന്ന സമയത്ത്, ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് നമ്മ എന്നിട്ട് എഫിഷ്യന്റ് ആയിട്ട് ക്വിക്ക് ആയിട്ട് വേണം നമ്മ എന്ത് കൊടുക്കാനായിട്ട്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ആ നടന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ഫസ്റ്റ് എയ്ഡിൽ പറയുന്നത്. നമുക്ക് ഒന്നും കൂടി പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ്സ്, ഈ നമ്മുടെ സ്കൂളുകളിലാവട്ടെ വീട്ടിലാവട്ടെ എവിടെയായാലും ആക്സിഡന്റുകൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമ്മ ഡോക്ടറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യണം, ആ സ്പോട്ടിൽ പ്രൊവൈഡ് ചെയ്യണ ട്രീറ്റ്മെന്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് പറയുന്നത്. ആ സ്പോട്ടിൽ ആ ഇൻജേർഡ് പേഴ്സണ് പ്രൊവൈഡ് ചെയ്യണ ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് പറയും, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിനേക്കാളും മുമ്പ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കൂളുകളിൽ എന്തുണ്ട്, ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സുകൾ ഉണ്ട്. അപ്പൊ ഈ സ്കൂളുകളിൽ എന്ത് വേണം, ഈ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റുകൾ എന്താണ്, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആഡ്വക്കേറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ചാൻസ് സ്കൂളുകളിൽ ഉണ്ട്. വലിയ സ്കൂളുകളൊക്കെ ആകുമ്പോൾ നേഴ്സിംഗ് അസിസ്റ്റൻസ് വേണമെന്നുണ്ട്. ഇത്ര കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ നേഴ്സിംഗ് അസിസ്റ്റൻസ് വേണമെന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണ്ട ഐറ്റംസിന്റെ ലിസ്റ്റാണ് ഈ തന്നിരിക്കുന്നത്. 18 ഉണ്ട്. അപ്പം 18 ഐറ്റംസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്സിന്റെ ഡ്യൂട്ടീസ് ആണ്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ആ ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് തന്നെ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മുടെ കയ്യിൽ എന്ത് വേണം, ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് വേണം. അപ്പൊ എല്ലാ സ്കൂളുകളും എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രോപ്പർ ആയിട്ട് എല്ലാ
എക്യുപ്മെന്റ്സും അതിൽ വേണം. പിന്നെ നമ്മുടെ ഈ ആക്സിഡന്റ് സംഭവിക്കാനുള്ള കാരണം കുറയ്ക്കാൻ നോക്കാം, റിമൂവ് ചെയ്യാനായിട്ട് നോക്കാം. കൺട്രോൾ ഓഫ് ബ്ലീഡിങ് ഫ്രം ഇഞ്ചുറീസ്, ബ്ലീഡിങ് കുറയ്ക്കാൻ നോക്കാം. മുറിവ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് കുറയ്ക്കാൻ നോക്കാം. ബ്ലീഡിങ്ങിന്റെ പോർഷൻ പറഞ്ഞപ്പോ എങ്ങനെയാണ് ബ്ലീഡിങ് കുറയ്ക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റെസ്പിറേഷൻ ചെക്ക് ചെയ്യുക, അവർക്ക് ശ്വസിക്കാൻ പറ്റണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പറ്റണില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ മെത്തേഡ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ഇലക്ട്രിക് ഷോക്ക് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ബോധം കിട്ടി പോകും. അപ്പൊ നമ്മുടെ റെസ്പിറേഷൻ സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് കൊടുക്കുക, ആർട്ടിഫിഷ്യൽ ആയിട്ട് റെസ്പിറേഷൻ കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യാം, CPR കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്താൽ മതി. അവർ എന്ത് ചെയ്യുക, വായ തുറന്നിട്ട് നമ്മൾ എന്തെങ്കിലും ശ്വാസം എയർ എടുത്തിട്ട് അതുകൊണ്ട് കൊടുക്കുക, ആ പേഷ്യന്റിന് കൊടുക്കുക. അപ്പൊ കുറച്ചു നേരം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താ നോർമൽ ആവും. അതേപോലെ നെഞ്ച് നന്നായിട്ട് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ പതുക്കെ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യാം. ടു കവർ ദ വൂണ്ട് ഓഫ് ഇഞ്ചുറി, വൂണ്ട് എന്താണ് നല്ല രീതിയിൽ കവർ ചെയ്യാം. പിന്നെയാണ് നമ്മൾ ടെമ്പറേച്ചർ നോക്കാം, പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോർമൽ ആക്കാനുള്ള നോക്കുക. ഇതിപ്പോ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നനഞ്ഞ കോട്ടൺ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞ് തുടയ്ക്കാനായിട്ട് പറഞ്ഞു. ഇനി ഓരോ സിറ്റുവേഷനിലും എന്തൊക്കെ കാര്യങ്ങളാണ്, ഓരോ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറഞ്ഞത്, ഫെയിന്റിങ് ആണ് പറഞ്ഞത്. ഫെയിന്റിങ് എന്ന് വെച്ചാൽ ബോധക്ഷയം സംഭവിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഫ്രഷ് ആയിട്ടുള്ള എയർ കൊടുക്കാൻ നോക്കുക. പിന്നെ എന്താണ്, തണുത്ത വെള്ളം മുഖത്ത് തെളിക്കുക. പിന്നെ പേഷ്യൻസിന്റെ എന്താണ്, നമ്മ പേഷ്യന്റിനെ കടത്തുന്ന സമയത്ത് എന്താണ് പാദങ്ങൾ കൈയേക്കാളും ഉയർത്തി കിടത്താനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ഡ്രസ്സ് ക്ലോത്ത് എന്ത് ചെയ്ത് നോക്കാം, ക്ലോത്ത് എന്ത് ചെയ്യുക, ലൂസ് ആക്കാൻ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ബ്ലീഡിങ് ആണ് പറഞ്ഞത്. വെൻ there is some injury or cut in the capillary or artery or vein, നമ്മളിപ്പോ ഈ മുറിവ് ഞരമ്പുകളിൽ അങ്ങനെ എന്തെങ്കിലും വെയിനിൽ എന്തെങ്കിലുമൊക്കെ മുറിവ് സംഭവിക്കണമെങ്കിൽ അവിടെ സംഭവിച്ച നല്ല ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബ്ലഡ് ലോസ് ആവണം ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് പറഞ്ഞു. ഇഞ്ചേർഡ് പാർട്ട് ഷുഡ് ബി എബോവ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. എനിക്ക് ഇവിടെ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ എന്റെ കൈ ഇങ്ങനെ ഇടാൻ പാടില്ല, അത് മുകളിലോട്ട് തന്നെ വെക്കാം. അപ്പൊ എബോവ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലീഡിങ് കുറവായിരിക്കും. സ്കിൻ ഷുഡ് ബി റീഅഡ്ജസ്റ്റഡ് വാഷ്ഡ് വിത്ത് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ബെറ്റാഡിന അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് പെരട്ടിയിട്ട് എന്ത് ചെയ്യാം, ബാൻഡേജ് വെച്ചിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അത് കവർ ചെയ്ത് വെക്കാം. ഇനിയിപ്പോ ബ്ലീഡിങ് എന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക. ബ്ലീഡിങ് ആണെങ്കിൽ, നല്ല ബ്ലീഡിങ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, സ്റ്റിച്ചിടും. സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി. ഇനി പാമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും റിസ്ക് ഉള്ളതും റിസ്ക് കൂടുതലും മരണ ചാൻസ് കൂടുതലുള്ളതും ഏതാണ്, സ്നേക്ക് ബ്ലീഡിങ് ആണ്. കാരണം ഭൂരിഭാഗം നമ്മൾ കാണപ്പെടുന്ന പാമ്പുകളും എങ്ങനെയാണ്, ഭൂരിഭാഗം സ്നേക്സും എന്താണ് വിഷമുള്ളതാണ്. അപ്പൊ സ്നേക്ക് ബീറ്റ് ചെയ്തെന്ന് വിചാരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആർക്കും, നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്ക്, നമ്മുടെ കുട്ടികൾക്ക്, സ്കൂളിലത്തെ പിള്ളേർക്ക് ആവട്ടെ, അവർക്ക് കാരണം ബീറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഷോക്കായിട്ട് ഒരു കാരണവശാലും നിൽക്കരുത്. ആ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാരണം പാമ്പ് കടിയേറ്റ അപ്പൊ തന്നെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, 5 മിനിറ്റ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ചിലപ്പോ രോഗിയുടെ എന്താണ് ജീവന് പോലും ആ ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ രോഗിയെ നമുക്ക് ജീവനോടെ കിട്ടാനുള്ള ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പാമ്പ് കൊത്തിയതിന്റെ മുകളിൽ താഴെ ടൈറ്റ് ആയിട്ട് കെട്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചേർഡ് പാർട്ട് എന്നുള്ള പോയിസൺ ആയിട്ടുള്ള ബ്ലഡ് ഒഴുക്കി കളയാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ എത്തേക്കാളും മുമ്പ് പേഷ്യന്റ് ഉറങ്ങി പോവാതിരിക്കാനായിട്ട് നോക്കാം. അടുത്താണ് മുങ്ങിപ്പോണ അവസ്ഥ പറഞ്ഞു. മുങ്ങിപ്പോവാണെങ്കിൽ അവരെ നമുക്ക് കരയിലേക്ക് കയറ്റിയതിനു ശേഷം അവരെ എന്ത് ചെയ്യുക, ഫേസ് ഡൗൺവേർഡ് ആക്കി നോക്കുക, ഫീറ്റ് അപ്പായിട്ട് വെച്ച് നോക്കുക. പിന്നെ നമ്മുടെ വയറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് നോക്കുക. പിന്നെ ഡ്രൈൻഡ് ആയിട്ടുള്ള വാമായിട്ടുള്ള ടവല് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യുക, കവർ ചെയ്യുക. കാരണം ഒരുപാട് തണവ് വന്നിട്ടുണ്ടെങ്കിൽ ചിലവരുടെയൊക്കെ ഫിക്സ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി അവർ നല്ലതായിട്ട് വാമായിട്ടിരിക്കാനായിട്ട് നോക്കുക. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒക്കെ കൊടുക്കുക, ഹോട്ട് ആയിട്ടുള്ള വാട്ടർ കൊടുക്കുക. ഹോട്ട് വാട്ടർ ഷുഡ് ബി ഗിവൺ, ചൂടുവെള്ളം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ നനഞ്ഞ തുണി മാറ്റി വേറെ ഇടുക, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടിരിക്കുന്ന തുണിയാണെങ്കിൽ അത് എന്തെങ്കിലും യൂസ് ആക്കാനായിട്ട് നോക്കാം. പിന്നെ ബേൺസും സ്കെയിലും പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്, നമുക്ക് മുറിവ് സംഭവിക്കുക, മുറിവില്ല
പൊള്ളലേക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പൊള്ളല് അത്ര സീരിയസ് ആണെങ്കിൽ നമ്മൾ ഇതിനെ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കണം. കാരണം പൊള്ളല് സീരിയസ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ അത് പ്രശ്നമാണ്. അപ്പൊ അത്ര ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തണുത്ത വെള്ളം, ക്ലീൻ ആയിട്ടുള്ള വെള്ളം വെച്ച് എന്ത് ചെയ്യാം, ക്ലീൻ ആയിട്ടുള്ള വെള്ളം വെച്ച് എന്ത് ചെയ്യാം, അത് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് വരത്തിയാലും മതി. ഈ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് പകരം കോക്കനട്ട് ഓയിലാ അല്ലെങ്കിൽ ക്ലീൻ വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബേൺ ചെയ്ത പാർട്ടിൽ തേച്ച് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ബേൺസിൽ പറഞ്ഞതാണ് നമുക്ക് കറന്റിന്ന് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കറന്റിന്ന് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മ കുട്ടികളോട് എല്ലാവരോടും പറയാം, ഒരിക്കലും നനഞ്ഞ കൈയൊന്നും വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഓടി പോയിട്ട് സ്വിച്ച് ഇടാനാ അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയാ നനഞ്ഞ കൈ വെച്ച് സ്വിച്ച് ഇടാതിരിക്കാൻ നോക്കാൻ പറയാം. അപ്പൊ എന്താണ്, ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനിയിപ്പൊ അങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കാൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കാരണവശാലും ഇരുമ്പോ കമ്പിയോ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് പോയി അയാളെ ഷോക്കിൽ നിന്ന് പിടിക്കാൻ നോക്കിയത്. നമ്മൾ എന്ത് ചെയ്യണം, മരക്കഷ്ണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പാസ് ചെയ്യാത്തതിന് മരക്കഷ്ണം, പ്ലാസ്റ്റിക് ഇപ്പോഴൊന്നും എന്ത് ചെയ്യൂല, കറണ്ട് പാസ് ചെയ്യൂല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് എന്ത് ചെയ്യാം, വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവർ ആ കറണ്ടിന് മാറ്റം നോക്കും. കറണ്ടിന് വേറെ തിരിച്ചിട്ട് നമ്മ അതിന് ബോധമില്ലെങ്കിൽ, ആൾക്ക് ബോധമില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുത്ത് ആ ഒരു കോൺഷ്യസിലേക്ക് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാം. എന്നിട്ട് കുറച്ചു നേരം നോർമൽ ആക്കാൻ നോക്കാം. ചിലപ്പോൾ അവിടെ പൊളിയിട്ടൊക്കെ ഉണ്ടാവും. പൊളിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് വരുത്താം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇയറിൽ പറഞ്ഞത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഇതില്ല കേട്ടോ, മോക്ക് ടെസ്റ്റ് ഇല്ല നിങ്ങൾക്ക്. എനിക്ക് അറിഞ്ഞൂടാ, മോക്ക് ടെസ്റ്റ് ഇല്ലാന്നാ കേട്ടത്. അതിന് പകരം തന്നത് അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് ടീച്ചർമാരെ പറയും, ഞാൻ തന്നത് ആക്ടിവിറ്റി ആണ്. നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ ചെയ്ത് വെക്കേണ്ട ആക്ടിവിറ്റീസിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് എ4 ഷീറ്റിൽ അത് ആർക്കും എന്ത് ചെയ്യണ്ട, സെൻഡ് ഒന്നും ചെയ്ത് കൊടുക്കണ്ട. ഞങ്ങൾ തന്നത് ഒരു ആക്ടിവിറ്റി പോലെ നിങ്ങൾ ചെയ്യണമെന്നുള്ളൂ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ഓരോ ആക്ടിവിറ്റി എഴുതി തരും. ആക്ടിവിറ്റി ഓരോരുത്തരും അത് ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ തരാൻ പോണ ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നെടുത്തുന്നത് ഫസ്റ്റ് എയ്ഡ് അല്ലേ. ഫസ്റ്റ് എയ്ഡിന് പറ്റിയ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ ഫസ്റ്റ് എയ്ഡ് വീട്ടിലാണല്ലോ, അപ്പൊ വീട്ടിൽ നിന്ന് ഒരു ബോക്സ് എടുക്കുക, നല്ല വെള്ള കളറിൽ ഒരു ബോക്സ് എടുത്തിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ റെഡ് കളറിൽ എന്ത് ചെയ്യാം, ഒരു കുരിശ്, അതല്ലേ ക്രോസ് ചിഹ്നം വരയ്ക്കാം. അത് നല്ല ഇത് വെച്ചിട്ട് ഒട്ടിച്ചു വെക്കാം. ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ ലക്ഷണം എന്താണ്, ആ ബോക്സിലെ ആ ഒരു വൈറ്റിൽ റെഡ് വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആണെന്നുള്ള ഒരു എന്താണ് സിമ്പിൾ ആണ്. മനസ്സിലായില്ല? കേട്ടില്ല കേട്ടോ, നെറ്റ് പ്രോബ്ലം ഉണ്ടായോണ്ടേ കേട്ടില്ല പറഞ്ഞത്. ഓക്കെ ഒന്നുകൂടി പറയാം. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. എല്ലാവരും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കി നോക്കണം. ഒരു ആക്ടിവിറ്റി പോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കാം. പിന്നെ എന്താ പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ട ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബാൻഡേജിന്റെ കാര്യം അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണമെങ്കിൽ പാരസ്റ്റമോള്, ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ പാരസ്റ്റമോളൊക്കെ വേണമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെന്താണ്, വേറെ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, വേറെന്തുവാ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങള്. ആക്ടിവിറ്റീസ് ആണോ പറയണേ? ഞാൻ പറയണ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നിങ്ങൾ ക്ലിയർ ആയില്ല. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം, അത്ര ഉള്ള ആക്ടിവിറ്റി. ടീച്ചർ ഇത് നോട്ടിലാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ A4 ഷീറ്റിലോ? എടാ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്? ഒരു ബോക്സ് എടുക്കുക, ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള ഈ കോട്ടൺ, പഞ്ഞി, ബാൻഡേജ്, ബെർറ്റാഡ്, കത്തുക, ബ്ലേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബോക്സിൽ മെയിൻറ്റെയിൻ ചെയ്യാം. വൈറ്റ് കളർ ബോക്സ് തന്നെ വേണമെന്നുണ്ടോ? ഫസ്റ്റ് എയ്ഡ് കിറ്റ് അങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോക്സ്. ഓക്കെ ടീച്ചർ പറയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്ങനെ അറിയിക്കുക? എന്താണ് ഇത് ചെയ്തിട്ടുള്ള മിസ്സിനെ എങ്ങനെ അറിയിക്കുന്നേ? അത് ചെയ്ത് നോക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കോഴ്സ് ചെയ്യണേണല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാനും ഓരോന്നിങ്ങനെ പറയുമ്പോ ആ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ സബ്മിറ്റ് ചെയ്യണ്ട. അത് എന്താ ചെയ്യണ്ടേ? അത് ഇതുപോലെ A4 ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികളുടെ. എഴുതിയിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നമുക്ക് സൂക്ഷിച്ചോക്കെ. കാരണം ചില സമയത്ത് അസൈൻമെന്റ് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും തരുന്നത്. അപ്പൊ അതെടുത്ത് എന്താ അസൈൻമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞുതരും. അപ്പൊ അത് നോക്കിയാൽ മതി. ഞാൻ പറയേണ്ടത് ആക്ടിവിറ്റീസ് ആണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം. ഹലോ, കേക്കണില്ലേ?
ഫസ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? ചാപ്റ്റർ ഇതായിരുന്നു ഫസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അത് യൂണിറ്റ് 4 അത് വാക്സിനെ കുറിച്ചായിരുന്നു. ഒരു കുട്ടികൾ ജനിച്ച് ഒരു 16 വയസ്സ് വരെ ആവണ വരെ അവർക്ക് കൊടുക്കുന്ന വാക്സിൻസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. എന്തൊക്കെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാക്സിൻ കൊടുക്കണെന്നുള്ളത് തയ്യാറാക്കാം. പിന്നെ എത്ര വയസ്സിലാണ് അത് കൊടുക്കണെന്നുള്ളത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ്. ഓരോരുത്തരും ഫസ്റ്റ് എയ്ഡ് കിറ്റ് യൂണിറ്റ് വീട്ടിൽ പോയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക. നമ്മ ഈ ചാപ്റ്റർ പഠിച്ചത് ഓർക്കാൻ ചെയ്യാലോ, നമുക്ക് ഫസ്റ്റ് എയ്ഡിന്റെ ഇത് ഓർക്കാലോ. പിന്നെ ഇതിന് മാർക്ക്, എനിക്ക് അസൈൻമെന്റ്സിനാണ് മാർക്ക്. ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഓരോരുത്തർ ചെയ്യണതാണ്, ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ നേരിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ തയ്യാറാക്കിയാണ്. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് മെയിൻറ്റെയിൻ ചെയ്താണ്. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണല്ലോ. അപ്പൊ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു നിങ്ങൾ ഓരോരുത്തരും അവരുടെ വീട്ടിലെ ആവശ്യമുള്ള, നമ്മളിപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, ബോക്സ് എടുത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. എന്തൊക്കെ ആവശ്യമുണ്ട് നമുക്ക് ഇതിന് എല്ലാ ഐറ്റംസും ഒന്നും കിട്ടുമെന്നൊന്നുമില്ല. ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് അങ്ങോട്ട് എന്ത് ചെയ്യാം, തയ്യാറാക്കാം.